പയ്യന്നൂരിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പയ്യന്നൂർ അറിയാലോ അല്ലെ, CPM-ന് നല്ല വേരോട്ടുള്ളൊരു ഒരു മണ്ഡലമാണ്. ഇവിടെയുള്ള പൊതുവിലുള്ള വോട്ടർമാരുടെ സമീപനം എങ്ങനെയാണ്? ഇപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ വീണ്ടും ഈ ബോംബ് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പാനൂരില് ബോംബ് പൊട്ടി ഒരു CPM പ്രവർത്തകൻ, DYFIയുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. ഇപ്പൊ വീണ്ടും ഈ പൊളിറ്റിക്സ് അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അത് കലുഷിതമാക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാസർഗോഡ് നിരവധി സംഭവങ്ങൾ അരങ്ങേറിയതാണ് പണ്ട് കാലത്ത്. അപ്പോ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അത് ഉണ്ടാവേണ്ടതുണ്ട്. പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-ന് അപ്രമാദിത്വമുള്ള ഈ ഏരിയാസിൽ, പയ്യന്നൂർ പോലുള്ള ഏരിയാസിലും വോട്ടർമാരുടെ സമീപനം എന്താണ്? അവരും മാറി ചിന്തിക്കുന്നുണ്ടോ? അവരും മാറി ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് മടുത്തു. ഈ LDF-ന്റെ പിന്നെ UDF-ന്റെ മാറി മാറി ഭരണം ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടില്ലാന്ന് അവർക്ക് മടുത്തിട്ടുണ്ട്. അവർക്ക് പേടിയാണ്, മുമ്പോട്ട് വന്നിട്ട് പറയാൻ പേടിയാണ്. പക്ഷെ അവർ നല്ല രീതിയിൽ എൻ്റെ ചിരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എൻ്റെ. പക്ഷെ പുറത്ത് പറയാൻ അവർക്ക് പേടിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കല്ലേശ്ശേരി തൊട്ട് മഞ്ചേശ്വരം ഉണ്ടല്ലോ, ഈ കല്ലേശ്ശേരി പയ്യന്നൂരും ഭയങ്കര ഈ LDF-ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഫസ്റ്റ് ടൈം എന്റെ ഫ്ലെക്സും എന്റെ പോസ്റ്റേഴ്സും അവർ കീറി എടുത്തു, കറിവായിൽ തേച്ചു ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷെ ഞാൻ പേടിച്ചില്ല. നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങോട്ട് പോയിട്ട് അന്വേഷിച്ചു, സ്റ്റേഷനിലേക്ക് പോയി. എനിക്ക് ഇവിടെ പേടിക്കാൻ ഒരു ഇതില്ല. ബിക്കോസ് ഐ എം എ ഇന്ത്യൻ. എനിക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എനിക്ക് വോട്ട് ചോദിക്കാം. ഇറ്റ്സ് നോട്ട് എ CPM ഏരിയ, ഇറ്റ്സ് നോട്ട് എ UDF ഏരിയ, ഇറ്റ്സ് നോട്ട് എ BJP ഏരിയ. എനിക്ക് എല്ലാവരും ഒന്നാണ്. ഈ മുമ്പ് ഞാൻ ആക്ച്വലി ജനപ്രതിനിധിയാണ്, എനിക്കറിയാം. ജനപ്രതിനിധിയായിട്ട് വന്ന ശേഷം എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നത്. ഇപ്പോഴും മോദിജി അതെയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് അയാൾ കൊണ്ടുവരുന്നു. അയാൾ ഇത് LDF-കാർക്ക് നമുക്ക് കൊടുക്കുന്നില്ല, UDF-കാർക്ക് നമുക്ക് കൊടുക്കുന്നില്ല എന്നല്ല, അതേ സെയിം മോഡലാണ് ഞാനും ഉള്ളത്. സോ എനിക്ക് ഒരു പേടിയില്ലാണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാവരുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അതേപോലെ അങ്ങോട്ടും എനിക്ക് സ്വീകരണം കിട്ടുന്നുണ്ട്. ദേ ആർ തിങ്കിങ് ഈ പ്രാവശ്യത്തെ ഒരു വോട്ട് അശ്വിനി കൊടുത്തോടെ നമ്മൾ അവരെ ചിന്തിക്കുന്നുണ്ട്. സോ ഈ സമയം, ഈ ടൈം മാറിയിട്ടുണ്ട്. എനിക്കതേ പറയുന്നുള്ളത്. ഇതുവരെ ജനങ്ങളെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, BJP ഒരിക്കലും ഇവിടെ ജയിക്കില്ലാന്ന്. സോ അങ്ങനെ നമ്മളെ ആൾക്കാർ വോട്ടിടാൻ പോലും വന്നോണ്ടുണ്ടായിട്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനല്ലാണ്, തീർച്ചയായിട്ടും BJP ജയിക്കും. കേരളത്തിലെ കാസർഗോഡ് ഉൾപ്പെടെ എത്ര മണ്ഡലങ്ങളിൽ ജയിക്കും BJP? നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തത് 6 ആണ്. സോ 6+1 കാസർഗോഡ് 7 മണ്ഡലം. 100% വിജയ പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും കാസർഗോഡ് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാസർഗോഡ്, ട്രിവാൻഡ്രം, ആറ്റിങ്കല്, ഇത് തൃശ്ശൂർ ജയിക്കും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കട്ടെ. ഹന്നി വോട്ടേഴ്സ് ഉണ്ടല്ലേ, ഹന്നി വോട്ടേഴ്സ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാ അശ്വിനി മേഡം, ഇത് ഫസ്റ്റ് വോട്ടറാണ്. ദേ ആർ നോട്ട് ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. ഓക്കെ, ഇത് കന്നി വോട്ടാണ്. എന്തെങ്കിലും ഈ വോട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ പോയിട്ടുണ്ടായി. അവിടെ മുഴുവൻ മുസ്ലിം ആൾക്കാരുണ്ടായത്. എല്ലാരും എന്നെ നന്നായിട്ട് സ്മൈൽ കൊടുത്തു, ഇതാക്കി. അവിടെ 2 പിള്ളേർ വന്നിട്ട് സെൽഫി എടുത്തിട്ട് പോയി. അല്ലെങ്കിൽ വരുമോ അവര്? നന്നായിട്ട് ആൾക്കാരുടെ ഇടയിൽ മാറ്റങ്ങളുണ്ട്. സോ ഞാൻ 100% ജയിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇവിടെയുള്ള ടാറ്റയുടെ കോവിഡ് ഹോസ്പിറ്റൽ ഏകദേശം 60 കോടി രൂപ ചെലവഴിച്ച് പണിതാണ്. അത് പൊളിക്കാൻ പോവുകയാണെന്ന് കേട്ടു. സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തരാൻ പറ്റിട്ടില്ല. പക്ഷെ ഈ കോവിഡ് സന്ദർഭത്തിൽ നമുക്ക് തന്ന ടാറ്റ ഹോസ്പിറ്റലിൽ നമുക്കത് നന്നായിട്ട് യൂസ് ആക്കായിരുന്നു. നിരവധി എക്വിപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇവര് ആ ഒരു എന്തെല്ലോ പൈസ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം ചെയ്തിട്ട് നിരവധി കോടികളാണ് ചെലവ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടാറ്റ ഹോസ്പിറ്റലിൽ ഇത്ര നല്ലതായിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ടായ ഹോസ്പിറ്റൽ, അതുപോലെ 30 years ലൈഫ് സ്പാൻ ഉണ്ടായ ഹോസ്പിറ്റലിനെ ഇപ്പൊ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേരള മോഡലാണോ? നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വത്തിനെ നമുക്ക് നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റാത്ത ഒരു ഗതികേടാണ് നമ്മളെ കാസർഗോഡും കേരളം എത്തിച്ചിട്ടുള്ളതാണ്.